ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പൊ ഒരു നമ്മൾ മേജർ അപ്ഡേറ്റ് ആയിട്ടാണ് അതെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവം വന്നിരിക്കുന്നത്. സോ അതിലേക്ക് പോവാം. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മള് അവരെന്നെ ഡിസൈഡ് ചെയ്യട്ടെ. യെസ്, പക്ഷെ നമ്മൾ എന്തും നല്ലതാക്കും അല്ലെ, എല്ലാം നല്ലതാവണമല്ലോ, എല്ലാം നല്ലതിനാണല്ലോ അല്ലെ. നമ്മുടേതായ രീതിയിൽ നമ്മൾ അതിനെ നല്ലതാക്കി എടുക്കും, നന്നായി പഠിക്കും. അതാണ് നമ്മുടെ മോട്ടോ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എക്സാം ഇല്ല എന്നുള്ളതല്ല, എക്സാമിന്റെ മാറ്റങ്ങൾ കുറച്ചല്ലേ. അതെ, അപ്പൊ നമുക്ക് മാറ്റങ്ങൾ, ഡേറ്റുകളുടെ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റങ്ങളിലേക്ക് പോവാം. Expected changes in IBPS calendar 25-26. Okay. IBPS Pro Prelims 16 ഓഗസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ IBPS PO ഒന്നും ഒരു കലണ്ടറിലും ഫസ്റ്റ് വരാറില്ലാത്തതാണ്. നമ്മുടെ മെയിൻ ആയിട്ടും വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നതും എന്തിനെ തന്നെയാണ്, RRB PO RRB ക്ലർക്കാണ് അല്ലെ. പക്ഷെ ഇപ്രാവശ്യം ഫസ്റ്റ് എക്സാം വരുന്നത് എക്സ്പെക്ടഡ് ആണ്. പക്ഷെ ഓൾമോസ്റ്റ് അത് എന്തായിരിക്കും, ഷുവർ തന്നെയായിരിക്കും ചാൻസസ്. അപ്പോ 16 ഓഗസ്റ്റ് തൊട്ടിട്ടാണ് നമ്മുടെ എന്ത് തുടങ്ങുന്നത്, IBPS PO പ്രിലിംസ് തുടങ്ങുന്നത്. മെയിൻസ് ഒക്ടോബർ, പിന്നെ 3 മാസത്തിന്റെ അടുത്തുണ്ടല്ലോ. മെയ് 19 അല്ലേ, ജൂൺ ജൂലൈ ആഗസ്റ്റ് 3 മാസം. ഇനി എന്താ പ്രശ്നം വെച്ചാ അടുപ്പിച്ച് വരികയാണ്. അതാണ് മെയിൻ പ്രശ്നം. നമ്മളിപ്പോ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അടുപ്പിച്ച് പരീക്ഷ അത് ഭയങ്കര നല്ലല്ലേ. ആ ചൂടിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. ഗ്യാപ്പ് വരുമ്പോഴാണ് ഇവർക്ക് മടി കൂടുന്നത്. ഗ്യാപ്പിലാണ് അവര് കുറച്ച് റിലാക്സ്ഡ് ആവുന്നത്. ഇപ്പൊ ചൂടോടെ ഇങ്ങനെ പരീക്ഷ എഴുതാം. ഈ 10ാം ക്ലാസ്സുകാരൊക്കെ എക്സാം എഴുതുന്നല്ലേ, 2 ദിവസം കഴിയുമ്പോൾ അടുത്ത എക്സാം അല്ലേ, പഠിക്കണ്ടേ. അതുപോലെ തന്നെ നല്ല രീതിക്ക് എടുക്കാം. ഇപ്പം IBPS PO മെയിൻസ് ആണെങ്കിൽ ഒക്ടോബർ അത്യാവശ്യം സമയമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോബറിലെ മെയിൻസ് വരുന്നുള്ളൂ. അത്യാവശ്യം ഒരു 2 മാസത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ടും പ്രിലിംസ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക. അതായത് എഴുതിയിട്ട് ഷുവർ ആവുന്ന രീതിയിൽ തന്നെ എഴുതുക അല്ലെ. നമുക്ക് മെയിൻസ് നല്ലോണം പ്രിപ്പറേഷൻ ചെയ്യാൻ ടൈം കിട്ടും. SO പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 30-ാം തീയതി. ഇതിപ്പോ എല്ലാവർക്കും അയക്കാൻ പറ്റുന്നതല്ല. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഇങ്ങനെ സ്പെഷ്യൽ കോഴ്സസ് പഠിച്ചവർക്ക് അതൊക്കെ പറ്റുള്ളൂ. എല്ലാ ഗ്രാജുവേറ്റ്സിനും പറ്റില്ല. എന്നാലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അവർക്കും നല്ല ടൈം ഉണ്ട്. മെയിൻസ് 9 നവംബർ ആണ് വരുന്നത്. ശരിക്കും വീണ്ടും ഒരു 2 മാസത്തെ ടൈം ഉണ്ട് അവർക്ക്. അടുത്തതിലേക്ക് പോകുമ്പോ നമ്മുടെ മെയിൻ സംഭവത്തിൽ അടിപൊളി സൂപ്പർ, ഇതാണ് എല്ലാരും അപ്പം ഇതിന്റെ കാര്യം വരികയാണെങ്കിൽ ഒക്ടോബർ 4-ാം തീയതിയാണ് നമ്മുടെ ക്ലർക്കിന്റെ പ്രിലിംസ് വരാൻ പോകുന്നത്. നമ്മുടെ ടൈമാണെന്ന് അപ്പൊ പിള്ളേര് വെട്ടോ സാറേ, നമ്മള് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി, നമ്മൾ നല്ല കട്ടയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് തോന്നുന്നു ഈ അടുപ്പിച്ച് പരീക്ഷ ഉള്ളത് ഒരു കണക്കിന് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഒക്ടോബർ 12 നമ്മുടെ ഇതിന് മെയിൻസ് പറഞ്ഞത്, നമ്മുടെ IBPS PO ന്റെ ഒക്ടോബർ 4 ക്ലർക്ക് പ്രിലിംസ് പറഞ്ഞ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ പഠിച്ചു പോകും. പിന്നെ ക്ലർക്കിന്റെ മെയിൻസ് നവംബർ 29-ാം തീയതിയാണ്. അപ്പം നല്ലോണം ഡേയ്സ് ഉണ്ട്, അതിന് ഓൾമോസ്റ്റ് 2 months. അത് പക്ഷെ ഇത് എനിക്ക് നല്ലൊരു ഇതായി തോന്നി. കാരണം എന്താ വെച്ചാൽ യൂഷ്വലി ഈ പ്രിലിംസ് മെയിൻസ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അതായത് റിസൾട്ട് വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു 10-20 ദിവസം മുമ്പൊക്കെ വരാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നല്ലോണം ഗ്യാപ്പുകൾ ഉണ്ട്. അത് മൈൻഡിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം. ഇതിപ്പോ നേരത്തെ പോലെ അല്ലല്ലോ, ഇങ്ങനെ ഒരു ഇത് വന്നത് എനിക്കും കുറച്ചുകൂടെ നന്നായി. എനിക്കതന്നെ തോന്നുന്നുണ്ട്. പഠിക്കുന്നവർക്ക് ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ ഓക്കെ, അയ്യോ എല്ലാം കൂടെ അടുപ്പിച്ച് അങ്ങനെ ചിന്തിക്കണ്ട. കാരണം നമ്മുടെ സബ്ജക്ട്സ് ഒക്കെ എല്ലാം സിമിലർ ആണ് ഓൾമോസ്റ്റ്. അപ്പൊ നിങ്ങള് പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി കട്ടക്ക് പഠിച്ചാൽ മതി. നമുക്ക് നീ വെയിറ്റ് ചെയ്യണ്ട, ഇത് കാണിച്ചു തരുന്നത് എന്തിനാണ്, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് എല്ലാ ഡേറ്റുകളും പറയുന്നുണ്ട്. അതെ, ഇനി RRB PO പ്രിലിംസ് നവംബർ 8 വീണ്ടും തുടങ്ങി. PO മെയിൻസ് ഡിസംബർ 28. 2 ലെട്ടുണ്ടല്ലേ സർ? നല്ല ഗ്യാപ്പ് ഉണ്ട്. എല്ലാവരും മിനിമം ഒരു 40 ദിവസത്തിന്റെ ഗ്യാപ്പ് എങ്കിലും അത്യാവശ്യം ഒരു മനുഷ്യപ്പറ്റോടെയാണ് കലണ്ടർ ഇട്ടിരിക്കുന്നത്. അതിനാണ് ഏറ്റവും ഒരു സന്തോഷം വന്നത്. മെയിൻസും പ്രിലിംസും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവർക്ക് തന്നെ തോന്നി കുട്ടികളൊന്ന് നന്നായി പ്രിപ്പയർ ചെയ്തോട്ടെ എന്ന്. അതായത് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യണം, എന്നിട്ട് അതുപോലെ മെയിൻസും ക്ലിയർ ചെയ്യണം. പക്ഷെ നമ്മള് ഇൻ ബിറ്റ്വീൻ പ്രിലിംസ് മെയിൻസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പൊ തന്നെ ഈ കലണ്ടർ ടേബിൾ ഒക്കെ വരച്ച് പ്രോപ്പർ ഓർഡറിൽ നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക. നിങ്ങൾ ഏതൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, കോൺഫിഡൻസ് എല്ലാം അറ്റൻഡ് ചെയ്യും. പക്ഷെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എസ് എഴുതാൻ പറ്റില്ലല്ലോ സാർ. അപ്പൊ എഴുതി വെക്കുക, ഡയറക്റ്റ് ആയിട്ട് താഴെ എഴുതി വെക്കുക. ചിലവർക്ക് കുറച്ച് ടാർഗറ്റ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ക്ലർക്ക് മതി, അങ്ങനെയുള്ളവർ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് ഫോക്കസ്. അപ്പൊ നിങ്ങൾ അങ്ങനെ
ഫോക്കസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഈ ദിവസം കണ്ട് പേടിക്കരുത്. ആക്ച്വലി പരീക്ഷയുടെ ദിവസമല്ല. നമ്മളെപ്പോഴും പറയാം, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഗോൾ, ഇറ്റ്സ് അബൌട്ട് ദി ആ ഡെസ്റ്റിനേഷനുള്ള ട്രാവൽ ആണ്. അങ്ങനെ ഒരു മലയാളത്തിലൊരു ഇതുണ്ട്, എനിക്കത് മലയാളത്തിൽ കിട്ടുന്നില്ല. സാറിനറിയോ? അതായത് മാർഗം ആണ് നമുക്ക് പ്രധാനം, ലക്ഷ്യത്തെക്കാൾ തിരിച്ചാണോ? എങ്ങനെയാണെങ്കിലും നമ്മൾ ലക്ഷ്യത്തിൽ എത്താനായിട്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്ത് നന്നായി പ്രോപ്പർ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്ത് പോവാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടും പഠിക്കേണ്ടി തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ പ്രിലിംസ് മെയിൻസ് പറയുമ്പോ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടും അത് പേടിക്കണ്ട, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ 100% റെഡിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ എക്സാമിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു വേ നമുക്ക് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ, അതായത് ഒരെണ്ണം കഴിഞ്ഞ ഉടനെ നിർത്തിയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാന്നുള്ള ഇതില്ല. അടുത്തത് നന്നായിട്ട്, അതായത് ഈ ഒരു സീസൺ ഇതൊരു എക്സാം സീസൺ ആണ്. ഈ ഒരു സീസൺ നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ജൂലൈ 27 പറഞ്ഞത്. അതാണ് നവംബർ 8 മാറിയത്. പക്ഷെ നമുക്ക് അത്ര സമയമുണ്ട് സർ, സമയം കിട്ടി, നിങ്ങൾക്ക് പഠിക്കാൻ സമയം. ഏറ്റവും ഡിഫിക്കൽട്ടി കുറഞ്ഞ എക്സാമും RRB തന്നെയാണ്. അതാണ് ഏറ്റവും അവസാനം കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ നല്ലതല്ലേ? പാടുള്ള പരീക്ഷയൊക്കെ പഠിച്ച് നമ്മുടെ തലയിൽ അത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈസി ആയിട്ട് എഴുതുമ്പോ അത് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി RRB ക്ലർക്ക് പ്രിലിംസ് December 7, ക്ലർക്ക് മെയിൻസ് February 1, 2026. ഇതായിരുന്നു ആദ്യം ക്ലർക്കിന്റെ മെയിൻ സ്റ്റേറ്റ് വന്നത്. അതങ്ങനെ മാറ്റിയവര്. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ലൊരു ചേഞ്ച് ആയിട്ട് വിചാരിക്കാം അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇത്തവണ കുട്ടികൾക്ക് കുറച്ചുകൂടി ജോലി ഉറപ്പിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വാക്കൻസീസിൽ യാതൊരു ഇമ്പാക്റ്റും വരില്ല. കാരണം ഇത് മാറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അല്ലെ? ഓക്കെ, നമ്മുടെ മെർജർ ഒക്കെ വരാൻ പോകുന്നുണ്ട്. RRBയുടെ റൂറൽ ബാങ്ക്സിന്റെ വൺ നേഷൻ വൺ ഗ്രാമീൺ ബാങ്ക് ഒക്കെ ആവാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു പ്രോസസ്സ് കാരണമാണ് ഈ എക്സാംസും റിക്രൂട്ട്മെന്റും എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നത് ഒന്ന് മാറ്റേണ്ടതായിട്ട്. ഒരു മാറ്റം വന്നാൽ എല്ലാം എന്ത് ചെയ്യേണ്ടി വരും. പിന്നെ നല്ലതാണ്. എന്റെ അഭിപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പൊ ടഫ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും അല്ലെ? ഈസി ആയിട്ടുള്ള പരീക്ഷയാണ് ആദ്യം ഇതിപ്പോ ഈസി അല്ലേ, അടുത്ത ടഫ് ആയിട്ട് വരുമ്പോ കുറച്ചുകൂടി ഇരുന്ന് പഠിക്കാം. അങ്ങനെ ഇതിപ്പോ നേരെ തല തിരിച്ചാ കൊടുത്തേക്കണം. ശരിക്കും ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ എക്സാമിന് ചൂട് തീരുന്നതിന് മുമ്പേ എളുപ്പമുള്ള ഒരു പരീക്ഷ. സാർ പേടിക്കല്ലേ, നമ്മൾ പക്ഷെ അതൊരു ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും പിള്ളേരുടെ ക്ലാസ്സിലായാലും പറയുന്ന ഒരു കാര്യതാ സാർ, നമ്മളെപ്പോഴും ഒരു കംപ്ലീറ്റ് കംഫർട്ട് സോണിനകത്താണെങ്കിലേ നമുക്ക് എപ്പോഴും അതിനകത്ത് തന്നെ ഇരിക്കാൻ തോന്നും. നമ്മളെപ്പോഴും അതിന്റെ പുറത്ത് വരണം. ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഇതിപ്പോ എന്താ പറയാ, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ നടക്കാൻ പോകുന്ന സൈഡിൽ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും ഇത്രയും പരീക്ഷ ഒന്നിച്ച് കാണുക. പക്ഷെ നല്ലതാണ് ആ ചൂടില് ഇത് അറിയണമെങ്കിലുണ്ടല്ലോ, ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ എക്സാം എഴുതുന്നവരുടെ അവരുടെ ടൈം ടേബിൾ ഇട്ടുമ്പോൾ അവരുടെ അവസ്ഥ ചോദിച്ചു നോക്കണം. നിങ്ങൾക്ക് അനുഭവിച്ചുണ്ടാവുക അവർക്ക് അവര് പറയും ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ഒരു സുഖമുണ്ട് ടീച്ചറെ എന്നൊക്കെ പറയും. അതുപോലെ ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടും. ജോലി ജോലി കിട്ടിയ ഒരു സുഖം വേറെ ഇല്ല, അത് ഭയങ്കര വേറെ ആയിരിക്കും. ഇതിന്റെ ഇടയിൽ കൂടെ മറ്റേ എല്ലാം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പിള്ളേരെ. നമുക്ക് ബാക്കി പറയാം. അതായത് ഇനി ഞങ്ങളോടൊത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടാവണം. കാരണം ഇതുപോലെ രസകരമായിട്ട് അങ്ങനത്തെ രണ്ടിനുള്ള ബാച്ച് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച്. ഞാൻ പറയുന്നതിന്റെ റീസൺ, ഇപ്പൊ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വർഷങ്ങളായിട്ട് മെയിൻസിന് 1 മാർക്കിന് പോയി, പ്രിലിംസിന് 1 മാർക്കിന് പോയി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകളും എന്ത് ചെയ്യും നന്നായിട്ട് കവർ ചെയ്ത് തരും. അതായത് റിവിഷൻ സെഷൻ പോലെ എല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്യുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക അല്ലേ സർ? അപ്പൊ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്യാം. 5499 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും അല്ലെ സാർ? എന്തോ ഇങ്ങനെ ഇത് റിപ്പീറ്റേഴ്സ് ബാച്ച് ഭയങ്കര യൂസ്ഫുൾ അല്ലേ? ഇപ്പൊ ഓൾറെഡി കുട്ടികളൊക്കെ ഉണ്ട്, നമ്മുടെ കുറെ സ്റ്റുഡൻസ്, അത് നമുക്കൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. നമ്മുടെ കൂടെ ഒരു കുട്ടി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ വീണ്ടും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാന്ന് വെച്ചാൽ അവർക്ക് ആ വിശ്വാസം ആ ഒരു ആൾക്കാർ ഉണ്ടാവണ്ടായിരിക്കും. അത് ഞങ്ങൾ ഒരുപാട് സന്തോഷമുള്ള, കാരണം അവരെല്ലാവരും ആണ് ഞങ്ങളുടെ അച്ചീവ്മെന്റ്. അതിന് നാളെ അവർക്ക് ജോലി കിട്ടി കഴിയുമ്പോഴാണ് ശരിക്കും ഞങ്ങള് നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ പേര് നമ്മൾ അച്ചീവേഴ്സ് ഇട്ടപ്പോ നമ്മൾ അവർക്ക് എന്ത് റിസൾട്ട് എല്ലാവരും പാസ് ചെയ്യുന്നു അന്ന് ഞങ്ങൾ ശരിക്കും ആ പേര് അതെ നമ്മളായിരിക്കും ആ പേരിൽ അറിയപ്പെടുന്നത്. വി അച്ചീവ്ഡ് എന്ന് നമുക്കൊരു ഫീലിംഗ് വരും അല്ലെ? സോ നമുക്ക് അടുത്ത നോക്കാം. ഇനിയിപ്പോ സാർ പറഞ്ഞോ.
ഓഫ്ലൈനിലോട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അതായത് April 23rd മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓഫ്ലൈന്റെ ബേസിക്സ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. 1 മാസം കൂടെ ആയിട്ടില്ല. അത് എന്തായാലും പറയണ്ടത് കോഴിക്കോട് മാത്രമാണ് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ എക്സ്പാൻഷൻ നടക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പം ഒരു ഹെൽത്തി എൻവയോൺമെന്റ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ ഉള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരാണ്. മറ്റുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി ജോയിൻ ചെയ്യാൻ വരുന്നവരുടെ ശ്രദ്ധിക്ക്, ജോയിൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ള ആൾക്കാരാണ്. ഹെൽത്തി കോമ്പറ്റീഷൻ. അടുത്ത ബാച്ച് പറയുന്നത് നമ്മുടെ റാങ്കേഴ്സ് ബാച്ച്. ഇതാണ് ഞങ്ങള് RRBPO RRB ക്ലർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെഗുലർ ബാച്ച് ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബേസ് മുതൽ അഡ്വാൻസ് വരെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആൻഡ് വർക്ക്ഷോപ്സ് വരുന്നുണ്ട്. അടുത്ത വർക്ക്ഷോപ്പ് കൊല്ലത്താണ്. ഡേറ്റ് മറക്കണ്ട, May 31 June 1. ഈ മാസം ലാസ്റ്റും അടുത്ത മാസം ഫസ്റ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വർക്ക്ഷോപ്പിന് കാണാം. നമ്മുടെ ഒരു വർക്ക്ഷോപ്പിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. പാലക്കാട് പാടില്ലല്ലോ. ഓക്കെ, പാലക്കാട് സൈലന്റ് ക്യാമ്പസിൽ നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ June 9th ആണ്. അപ്പൊ എല്ലാവരും വർക്ക്ഷോപ്പിന് പങ്കെടുക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. അല്ലെ? ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു ഗൈസ്, ബൈ.